അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു യമനിന്റെ ഗവർണറായി നിയോഗിക്കപ്പെട്ടപ്പോൾ കൊടുത്ത വളരെ പ്രധാനപ്പെട്ട ഉപദേശം, ഗുണോപദേശം, വത്തഖി ദഅവത്തൽ മദ്ലൂം, വത്തഖി ദഅവത്തൽ മദ്ലൂം. അക്രമിയുടെ പ്രാർത്ഥന, അക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന നീ സൂക്ഷിക്കണം കേട്ടോ. മദ്ലൂമിന്റെ പ്രാർത്ഥന നീ സൂക്ഷിക്കണം. ഫഇന്നഹു ലൈസ ബൈനഹാ വബൈനല്ലാഹി ഹിജാബ്. നിശ്ചയം അവന്റെയും അല്ലാഹുവിന്റെയും ഇടയിൽ യാതൊരു വിധത്തിലും മറയുണ്ടാകില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി. അക്രമിക്കപ്പെട്ടവൻ, അവന്റെയും അല്ലാഹുവിന്റെ ഇടയിൽ മറയുണ്ടാകില്ല. അതുകൊണ്ട് അക്രമത്തിന് മുതിരരുത്. മഹാനരായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ പഠിപ്പിക്കുന്നത്, ആരാധനയുടെ പേരിലാണെങ്കിൽ പോലും അവരാരെയും ഉപദ്രവിക്കാനോ പ്രയാസപ്പെടുത്താനോ സന്നദ്ധരാകരുത്, വേദനിപ്പിക്കരുത്. ഹൃദയവേദനയോടെ ഒരാൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഭവിഷ്യത്ത് വലുതായിരിക്കുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സമുദായത്തിന്, സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാ. ഇന്നെന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരന്മാരെ, നമ്മുടെയൊക്കെ വാക്കും പ്രവർത്തികളും പെരുമാറ്റങ്ങളൊക്കെ എത്രയോ ആളുകൾക്കാണ് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. എത്രയോ പേരെയാണ് നാം പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. എത്രയോ പേരെ നൊമ്പരത്തിലും കണ്ണീരിലും ആഴ്ത്തുകയാണ് നമ്മുടെ ഒരു വാക്കുകൾ, നമ്മുടെ ഒരു പ്രവർത്തനങ്ങൾ, നമ്മുടെ പെരുമാറ്റങ്ങൾ. പരിഹസിക്കുമ്പോഴും കളിയാക്കുമ്പോഴും അതുപോലെ തന്നെ അതിർത്തിയിൽ ചോല വളർത്തുമ്പോഴും എന്ന് വേണ്ട വഴി നടത്തം തടയുമ്പോ, മറ്റുള്ള രീതിയിൽ പ്രയാസങ്ങൾ പെടുത്തുമ്പോ, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അത് വലിയ അക്രമമാണ്. അക്രമമാണ്. നമ്മുടെ അധികാരം കൊണ്ട്, സമ്പത്ത് കൊണ്ട്, നമ്മുടെ മറ്റുള്ള സ്വാധീനങ്ങൾ കൊണ്ട്, നമ്മുടെ രാഷ്ട്രീയ സ്വാധീനം, അതല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും തരത്തിലുള്ള സ്വാധീനങ്ങൾ കൊണ്ട് മറ്റുള്ള ആളുകളെ ബുദ്ധിമുട്ടിക്കാൻ ഇടവരരുത് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമുക്ക് കഴിവുണ്ടാകാം, ശക്തിയുണ്ടാകാം, സാമ്പത്തികമായ സ്രോതസ്സുകൾ ഉണ്ടാകാം, അതുപോലെ രാഷ്ട്രീയമായ സ്വാധീനങ്ങളും കഴിവുകളും ഉണ്ട്, അധികാര മേഖലയിൽ പിടിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആരെയും ബുദ്ധിമുട്ടിക്കാൻ, പ്രയാസപ്പെടുത്താൻ നിൽക്കരുത് എന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ നമുക്ക് പഠിക്കാൻ സാധിക്കുകയാണ്. കാരണം അക്രമിക്കപ്പെടുന്നവനുണ്ടല്ലോ, ആ അക്രമം ചെയ്തതിന്റെ പേരിൽ ഇന്നല്ലെങ്കിൽ നാളെ അതിന്റെ ഭവിഷ്യത്ത് നേരിടേണ്ടി വരുമെന്ന് സയ്യിദുനാ വ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാസത്തുൻ ലാ തുറദ്ദു ദഅവതുഹും. മൂന്ന് വിഭാഗം ആളുകളുടെ ദുആ അത് സ്വീകരിക്കപ്പെടാതിരിക്കില്ല, സ്വീകരിക്കപ്പെടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. മൂന്ന് വിഭാഗം ആളുകൾ ദുആ സ്വീകരിക്കുക തന്നെ ചെയ്യും. അൽ ഇമാമുൽ ആദിൽ, നീതിമാനായ ഭരണാധികാരിയുടെ ദുആ അല്ലാഹു സ്വീകരിക്കും. വസ്വാഇമു ഹീന യുഫ്തിറു, നോമ്പുകാരൻ നോമ്പ് തുറക്കുന്ന സമയമുള്ള പ്രാർത്ഥനയുണ്ടല്ലോ, ആ പ്രാർത്ഥനയ്ക്ക് ഇജാബത്തുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. വദഅവത്തുൽ മദ്ലൂമി യർഫഉഹാ ഫൗഖൽ ഗമാം, അക്രമിക്കപ്പെടുന്ന മനുഷ്യൻ, ആ മനുഷ്യന്റെ പ്രാർത്ഥന ആകാശത്തിന്റെ സമക്ഷത്തിലേക്ക്, അല്ലാഹുവിന്റെ സമക്ഷത്തിലേക്ക് ഉയർത്തപ്പെടും. വതുഫത്തഹു ലഹു അബ്വാബുസ് സമാ, ആകാശത്തിന്റെ കവാടങ്ങൾ ആ മനുഷ്യന് വേണ്ടി തുറക്കപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആക്രമിക്കപ്പെടുന്ന മനുഷ്യൻ അവൻ റബ്ബിങ്കലേക്ക് ഒന്ന് കൈകൊളിയുയർത്തിയിട്ട് ദുആ ചെയ്താൽ ആ പ്രാർത്ഥന റബ്ബിങ്കലേക്ക് എത്തിപ്പെടും. ആകാശ കവാടങ്ങൾ അതിനു വേണ്ടി തുറക്കപ്പെടും. വയഖൂലു റബ്ബു അസ്സ വജല്ല, അല്ലാഹു തആല എന്നിട്ട് പറയുകയാ, വഇസ്സതി, നിശ്ചയം എന്റെ ഇസ്സത്തും എന്റെ പ്രതാപത്തിൽ തന്നെയാണ് സത്യം, ലഅൻസുറന്നക വലൗ ബഅദ ഹീൻ, നിശ്ചയം ഞാൻ ആ വ്യക്തിയെ കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും അവന് സഹായത്തിന്റെ ഹസ്തങ്ങൾ നീട്ടിക്കൊടുക്കുമെന്ന് ലോകത്തിന്റെ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാ. ഇന്നല്ലെങ്കിൽ നാളെ ഏതെങ്കിലും നിസ്സാര വിഷയങ്ങളുടെ പേരിൽ മാനസികമായ, ശാരീരികമായി, സാമ്പത്തികമായി, അതല്ലെങ്കിൽ കുടുംബപരമായി സമൂഹത്തിലുള്ള മറ്റേതെങ്കിലും പ്രശ്നത്തിന്റെ പേരിൽ ആരെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള വേദനകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇന്നല്ലെങ്കിൽ നാളെ അതിന്റെ തിക്തഫലം അനുഭവിക്കേണ്ടി വരുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ലഅൻസുറന്നക, നിശ്ചയം അല്ലാഹു നിങ്ങളെ സഹായിക്കുക തന്നെ ചെയ്യും, സംശയമില്ല. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുകയാ, നിന്റെ നാവ് കൊണ്ട്, നിന്റെ ശരീരം കൊണ്ട്, നിന്റെ കൈ കൊണ്ട്, കാലുകൊണ്ട്, നിന്റെ സാമ്പത്തികമായ മികവും ശക്തിയും കൊണ്ട് നീ ആരെങ്കിലും പ്രയാസപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ നിശ്ചയം, സുനിശ്ചിതമാണ് അതിന്റെ തിക്തഫലം അനുഭവിക്കേണ്ടി വരുമെന്ന് സയ്യിദുനാ വ ഹബീബുനാ റസൂലുള്ളാഹി. ഒരു കവി മഹാനായ അലി റളിയല്ലാഹു അൻഹു പാടുന്നുണ്ട്, ലാ തദ്ലിമന്ന ഇദാ മാ കുൻത മുഖ്തദിറ ഫല്ലുൽ മുമർതഉഹു യുഫ്ളി ഇലൻ നദമി.
യനാമു ഐനാക വൽ മദ്ലൂമു മുൻതബിഹുൻ യദ്ഉ അലൈക വഐനുല്ലാഹി ലം യനമീ. മഹാനായ അലിയുൽ മുർത്തദ റളിയല്ലാഹു അൻഹു പറഞ്ഞു തരികയാ, ലാ തദ്ലിമന്ന, ആരെയും നീ ആക്രമിക്കല്ല, ആരെയും ഉപദ്രവിക്കല്ല, ആരെയും കെണിയിൽപ്പെടുത്തല്ല, ചതിക്കല്ല. ലാ തദ്ലിമന്ന ഇദാ മാ കുൻത മുഖ്തദിറാ, നിനക്ക് അധികാരത്തിന്റെ തിണ്ണബലത്തിന്റെ പേരിൽ, സ്വാധീനത്തിന്റെ പേരിൽ, സാമ്പത്തികമായ കഴിവുള്ളതിന്റെ പേരിൽ, രാഷ്ട്രീയമായ പിടിയുള്ളതിന്റെ പേരിൽ ആരെയും നീ ഉപദ്രവിക്കാൻ പോകല്ല. ഫദ്ദുൽമു മർതഉഹു യുഫ്ദി ഇലൻ നദമി. അക്രമമുണ്ടല്ലോ മുഅ്മിനീങ്ങളെ, അക്രമമുണ്ടല്ലോ, അതിന്റെ പര്യവസാനം യുഫ്ദി ഇലൻ നദമി, അത് ഖേദത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നതാ. അത് ഖേദത്തിലേക്കും സങ്കടത്തിലേക്കും നാശത്തിലേക്കുമാണ് എത്തിക്കുക. കാരണം എന്താ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ? തനാമു ഐനാക വൽ മദ്ലൂമു മുൻതബിഹുൻ, തനാമു ഐനാക വൽ മദ്ലൂമു മുൻതബിഹുൻ. ഓ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നീ ആരെയെങ്കിലും ആക്രമിച്ചിട്ട്, ആരെയെങ്കിലും പ്രയാസപ്പെടുത്തിയിട്ട്, ആരെയെങ്കിലും മതിർത്തടക്കത്തിന്റെ പേര് നൊമ്പരപ്പെടുത്തിയിട്ട് നീ അങ്ങ് സുഖമായി കിടന്നതിന്റെ മണിമേടകളിൽ കിടന്നുറങ്ങുകയാണ്, ശരിയാ. പക്ഷേ എന്റെ പ്രിയപ്പെട്ടവരെ, വൽ മദ്ലൂമു മുൻതബിഹുൻ, ആക്രമിക്കപ്പെട്ട പാവപ്പെട്ട സാധുവായ മനുഷ്യനുണ്ടല്ലോ, അവൻ എഴുന്നേറ്റിരിക്കുകയാ, അവൻ ഉറങ്ങാൻ സാധിക്കുന്നില്ല. റബ്ബേ, അവന്റെ അധികാരം കൊണ്ട്, സ്വാധീനം കൊണ്ട്, രാഷ്ട്രീയമായ പിടിയുള്ളതിന്റെ പേരിൽ എന്നെ പ്രയാസപ്പെടുത്തിയല്ലോ അല്ലാ, എന്നെ കളിയാക്കിയല്ലോ തമ്പുരാനെ, ആക്ഷേപിച്ചല്ലോ, ഉപദ്രവിച്ചല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് രാത്രിയുത നട്ടപ്പാതിര സമയമാകുമ്പോഴും ഉറക്കാൻ സാധ്യമല്ലാതെ വൽ മദ്ലൂമു മുൻതബിഹുൻ, ആക്രമിക്കപ്പെടുന്ന വ്യക്തി ഉണർന്നിരിക്കുകയാ. നീ സുഖമായി സുഖസുഖദ്രമായി വീട്ടിൽ കിടന്നുറങ്ങുകയാണെങ്കിലും ആക്രമിക്കപ്പെടുന്നവൻ ഉറങ്ങുന്നില്ല. യദ്ഉ അലൈക, മനുഷ്യൻ നിന്നോട് ദുആ ചെയ്യുക, നിനക്കെതിരെ പ്രാർത്ഥിക്കുകയാ. ആ മനുഷ്യൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കണ്ണീരിട്ട് വാഴ്ത്തിക്കൊണ്ട് അല്ലാഹുവോട് ദുആ ചെയ്യുകയാ. വഅൈനുല്ലാഹി ലം തനമീ. എന്റെ പ്രിയപ്പെട്ടവരെ, ഉറക്കമില്ലാത്ത, ഭക്ഷണമില്ലാത്ത, അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടല്ലോ, അല്ലാഹു തആലക്ക് ഉറക്കമില്ലല്ലോ. സൃഷ്ടിചരാചരങ്ങളുടെ വേദനകൾ കേട്ടുകൊണ്ട്, പ്രയാസങ്ങൾ കണ്ടുകൊണ്ട് അതിന് ഉത്തരം നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെയുടെ സ്വഹാബാക്കളും മഹാനായ അലി തങ്ങൾ ഉൾപ്പെടെയുള്ളവർ പഠിപ്പിക്കുകയാ. ആക്രമിക്കപ്പെടുന്ന വ്യക്തിയുടെ ദുആ അല്ലാഹുവിന്റെ ഭാഗത്തേക്ക് ഉയർന്നു പോയാൽ അത് സ്വീകരിക്കപ്പെടാതിരിക്കില്ല, സ്വീകരിക്കുക തന്നെ ചെയ്യും. അതിൽ ജാതി മത വർഗ വ്യത്യാസങ്ങളൊന്നുമില്ല. ആരെ ആക്രമിച്ചാലും, തൊട്ടയൽവക്കത്ത് കിടക്കുന്നവൻ ഹിന്ദുവാണ്, ക്രൈസ്തവനാണ്, ജൂതനാണ്, അവരാക്രമിച്ചാലും അതിന്റെ തിക്തഫലം അനുഭവിക്കുക തന്നെ ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇത്തഖൂ ദഅവത്തൽ മദ്ലൂം, ആക്രമിക്കപ്പെടുന്നവന്റെ പ്രാർത്ഥനയെ നിങ്ങൾ സൂക്ഷിക്കണേ. വഇൻ കാന കാഫിറ, അവൻ അവിശ്വാസിയല്ല, അതുകൊണ്ട് അവൻ ഉപദ്രവിച്ചേക്കാം. അവൻ വിശ്വാസമില്ലാത്തവൻ, അവനെ പ്രയാസപ്പെടുത്തി പോരാ, പറ്റില്ല. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പി വഇൻ കാന ഫാജിറൻ ഫഇന്നഹു ലൈസ ദുനഹ ഹിജാബ്, അവന്റെയും സർവേശ്വരനായ തമ്പുരാന്റെയും ഇടയിൽ മറയുണ്ടാകില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി. ദഅവത്തുൽ മദ്ലൂമി മുസ്തജാബ, ദഅവത്തുൽ മദ്ലൂമി മുസ്തജാബ, മദ്ലൂമിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. വഇൻ കാന ഫാജിറൻ, കള്ളുകുടിക്കുന്നവനാണ്, വ്യഭിചരിക്കുന്നവനാണ്, കഞ്ചാവടിക്കുന്നവനാണ്, എന്നാലും അവനെ ആക്രമിച്ചാൽ അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. കാരണം ഫുജൂറുഹു അലാ നഫ്സി, തെറ്റ് റബ്ബും തമ്മിലുള്ള കാര്യങ്ങളാണ്, അത് അല്ലാഹു നോക്കിക്കൊള്ളും. പക്ഷെ അവൻ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ ആ തെറ്റിനുള്ള ശിക്ഷ, അതിന്റെ തിക്തഫലം അനുഭവിക്കേണ്ടി വരും. ഇത്തഖുൽ ദുൽമ, നിങ്ങൾ ദുൽമിനെ സൂക്ഷിക്കണേ. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയ അക്രമത്തെ നിങ്ങൾ സൂക്ഷിക്കണം. ഫഇന്നൽ ദുൽമ ദുലുമാതു യൗമൽ ഖിയാമ, നിശ്ചയം അക്രമം നാളെ പരലോകത്ത് ഇരുൾമുട്ടിയതായിരിക്കും, ഇരുളടഞ്ഞതായിരിക്കും അവന്റെ ഭാവി എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ വലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ അമ്മാ യഅമലുൽ ളാലിമൂൻ, അക്രമകാരികൾ ചെയ്യുന്ന പ്രവർത്തനത്തിന്റെ പേരിൽ അല്ലാഹു അശ്രദ്ധനാണ് നിങ്ങൾ വിചാരിച്ചു പോകരുത്. ചിലപ്പോൾ ഒരുപാട് അക്രമങ്ങൾ ചെയ്യും, അവൻ വിചാരിക്കും റബ്ബിതൊന്നും കാണുന്നില്ല, എനിക്ക് സുഭിക്ഷമായി സന്തോഷകരമായി ജീവിക്കാം എന്ന് വിചാരിച്ചിരിക്കരുത്. അല്ലാഹു നിങ്ങളൊന്ന് വിട്ടുതന്നു എന്നേ ഉള്ളൂ. വലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ അമ്മാ യഅമലുൽ ളാലിമൂൻ, അക്രമകാരികൾ ചെയ്യുന്ന ആ പ്രവർത്തനത്തെ തൊട്ട് അല്ലാഹു അശ്രദ്ധനല്ല. അതിന്റെ അനുഭവങ്ങൾ, അതിന്റെ ശിക്ഷകൾ അല്ലാഹു നൽകുക തന്നെ ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആൻ ആദരവായ നബി മുഹമ്മദ് മുസ്തഫ
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് മനുഷ്യരുമായിട്ടുള്ള ബാധ്യതകൾ നിറവേറ്റാൻ ഏറ്റവും ചുരുങ്ങിയതാരെയും ഉപകാരം ചെയ്തു കൊടുക്കാൻ സാധിച്ചില്ലെങ്കിലും ആരെയും ഉപദ്രവിക്കാൻ നിൽക്കരുത്. ആരെയും ഉപദ്രവിക്കാൻ നിൽക്കുക. ചെറിയ നിസാരമായ കാര്യങ്ങളുടെ പേരിലാണെങ്കിലും ആ ഉപദ്രവം ഒരുപത്തെ അവന്റെ മനസ്സിൽ തട്ടിക്കഴിഞ്ഞാൽ, അവന്റെ മനസ്സിന് നൊമ്പരമുണ്ടാക്കി കഴിഞ്ഞാൽ, രാത്രിയുടെ യാമം അവൻ എഴുന്നേറ്റിരുന്നു കൊണ്ട് റബ്ബിനോടൊന്ന് ദുആ ചെയ്താൽ ആ ദുആ സ്വീകരിക്കും. വൽ മദ്ലൂമു മുൻതബിഹുൻ, ആക്രമിക്കപ്പെട്ടവൻ ഉറങ്ങാൻ സാധിക്കില്ല. പടച്ചവനെ, സമൂഹ മധ്യത്തിൽ എന്നെ ആക്ഷേപിച്ചല്ലോ, കളിയാക്കിയല്ലോ, എന്നെ അടിച്ചല്ലോ, തൊഴിച്ചല്ലോ, എന്നെ പ്രയാസപ്പെടുത്തിയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് രാത്രി എഴുന്നേറ്റിരുന്നവൻ ദുആ ചെയ്താൽ യദ്ഉ അലൈക, നിനക്കെതിരെ ദുആ ചെയ്യും. ആ ദുആ സ്വീകരിക്കുക തന്നെ ചെയ്യുമെന്ന് ലോകത്തിന്റെ നബി മുഹമ്മദ് മുസ്തഫ